ഹലോ, ഒരു ബർത്ത്ഡേ പാർട്ടി കൂടാൻ പോവാണ് കേട്ടോ. ഇൻട്രോ എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയിടാ. പെട്ടെന്നൊരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ എടുപിടിയെന്നൊക്കെ ഇടായിരുന്നു. ഇതിപ്പോൾ ഇറാനി റെസ്റ്റോറൻറ്റിലാണ് നെയ്യാറ്റിൻകര. അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. വന്ന് കയറുമ്പോൾ തന്നെ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇങ്ങനെ പ്ലാൻസ് അങ്ങനെ വിൽക്കുന്നു. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഊത് അങ്ങനെ അത്തറ് അങ്ങനെയൊക്കെ അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളെ പാർക്കിങ്ങിൽ അവിടെ തന്നെ എത്തിയപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ പോലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ പ്ലാന്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ നോക്കുമായിരുന്നു. കുറേ നാളായി ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ കുറേ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഫസ്റ്റിൽ ഞാൻ കണ്ട കുറേ ഫോട്ടോസൊക്കെ അവിടെ തന്നെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ കേട്ടോ പാനിപ്പൂരിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള പാനിപ്പൂരിയാണ്. അപ്പോൾ നമ്മൾ പാനിപ്പൂരി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും ഫ്രണ്ടിലേക്ക് നടക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ആംബിയൻസൊക്കെ. രാത്രി സമയങ്ങളിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ, നമുക്കിനി അടുത്ത് എന്തെങ്കിലും പിള്ളേരുടെ ബർത്ത്ഡേ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് ഇവിടെ വന്നാൽ മതി, മുന്നേ ഇവിടെ വരേണ്ടതായിരുന്നു എന്നൊക്കെ. പിന്നെ ആ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്ലേ ഏരിയനെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്കും അത് പിള്ളേർക്കെന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേരെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരവിടെ അങ്ങ് കൂടിക്കോളും കേട്ടോ. നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവരെ ഇങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിള്ളേർ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു കൊതി, കാരണം ഞങ്ങളും കയറി ഇരുന്നതാണ്. നല്ല സ്റ്റേബിളാണ്, അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറേ നേരം ഇന്ന് ആടി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തത്. പിള്ളേർ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് മനസ്സിലായി. കുറേ നേരമായിട്ടോ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും ഇവിടെ വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഞാൻ പാർക്കിലിങ്ങനെ ഇരിക്കണം കേട്ടോ. അടിപൊളിയാണ് അവിടെ ആംബിയൻസ്, ബാക്കി കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. പാർക്കിലിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോ റീൽസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് ഞാനെടുത്ത ഒരു റീലിൻ്റെ ഇത് സെക്ഷനാണ് കേട്ടോ. ഇതൊന്നും കാണുമ്പോഴത്തേക്ക് ഇനി ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വരുമായിരിക്കും. പിന്നെ അവിടെ ഞങ്ങളുടെ വക ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ ഷോ അല്ല, റാം വാക്കാണ്. വെറുതെ കേട്ടോ, ഒരു റീൽസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വെറുതെ എടുത്താൽ. അങ്ങനെ അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരു നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഞാൻ വാങ്ങിയത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവൾ കേക്ക് ഉണ്ടാക്കും, പക്ഷേ സമയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് പെട്ടെന്ന് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഏകദേശം പേരൊക്കെ എത്തിയിട്ട് വലുതായിട്ട് ഗസ്റ്റുകൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കുറച്ച് പേര് അടുത്ത ഫ്രണ്ട്സ്, അമ്മ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓരോരുത്തരും ശിവരാത്രിയിലായിരുന്നല്ലേ, അപ്പോൾ തിരക്കിലെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല കേക്കായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അത് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് മെയിനായിട്ടും പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഈ ആളെ കിട്ടത്തില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തത് ഇവൻ വന്ന് കരയുന്നതെന്ന് വെച്ചാൽ അവിടെ പാർക്കിൽ പോയി കളിച്ചു, മുഖമെല്ലാം മുറിഞ്ഞു കേട്ടോ. മുഖമെല്ലാം മുറിഞ്ഞ് നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല തിരക്കായിരുന്നു ആ നൈറ്റ്. എന്നാലും അവർ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല സർവീസ് കാര്യങ്ങളൊക്കെ കേട്ടോ. കുഴിമന്തി അവിടെ ഫേമസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുഴിമന്തിയാണ്. അങ്ങനെ കുഴിമന്തി അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം, മട്ടൺ, കുഴിമന്തി, അൽഫാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നേഹസല്ലാപത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരമായി കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് കുറേ ആയി പോയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു. ആഹാ, എന്താ ഡാൻസ് അല്ലേ. അപ്പോൾ ഞങ്ങളൊരു ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തൊരു ഫലൂദ കഴിച്ചു. കാരണം എനിക്ക് തണുപ്പ് കൂടുതൽ പറ്റത്തില്ല. അങ്ങനെ ഞാനും ഷെയർ ചെയ്താണ് കേട്ടോ കുറച്ച് കഴിച്ചത്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ആയിരുന്നില്ലേ? ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു.
വയറൊക്കെ ഫില്ലായി. അപ്പോൾ ഞാൻ ഫോണിൽ ചാർജ് നന്നേ കുറവാണ്, എപ്പോൾ വേണമെങ്കിലും ഓഫാവും. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ബൈ, നാളെ കാണാം.